ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോഴും ലവ് ജിഹാദ് എന്ന വിഷയം ഇവിടെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് സഭ എന്നാണോ കരുതേണ്ടത്? ലവ് ജിഹാദ് എന്ന് പേരിട്ട് ഒരു പ്രസ്ഥാനമോ അല്ലെങ്കിൽ പ്രവർത്തനമോ കേരളത്തിൽ നടക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയൊന്നില്ല എന്ന് പാർലമെൻറ്റിലും കോടതിയിലും ഒക്കെ നമ്മൾ കേൾക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം മറ്റ് മതസ്ഥരുമായുള്ള വിഭിന്ന മതസ്ഥരുമായുള്ള വിവാഹം നടക്കുന്നില്ല എന്നല്ലല്ലോ. മുസ്ലിങ്ങളെ വിവാഹം കഴിക്കുന്ന ക്രിസ്ത്യാനി പെൺകുട്ടികളുണ്ടാവാം, തിരിച്ചുമുണ്ടാവാം. മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളിൽ നിന്നും ഉണ്ടാവാം. അങ്ങനെ സംഭവിക്കുമ്പോൾ പലതരത്തിലുള്ള അപകടങ്ങൾക്കും അത് കാരണമാകുന്നുണ്ട്. അപ്പോൾ എനിക്ക് 32,000 പേരുടെ പേര് വിവരം വേണ്ട, 3 പേരുടെ പേര് വിവരം പോലും വേണ്ട. ഞാൻ താമസിക്കുന്ന കൊച്ചിയിലെ തമ്മനം എന്ന സ്ഥലത്ത് ചെന്ന് നോക്കിയാൽ അവിടെ ഉണ്ടൊരു ഉദാഹരണം. ആ ഒരു കുടുംബത്തിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളെങ്കിലും ഉള്ളപ്പോൾ ഈ കാര്യത്തിൽ സഭയ്ക്ക് ഉത്കണ്ഠ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ലെങ്കിലും അവരുടെ ഒരു വാർഷിക പരിപാടി എന്ന നിലയിൽ ഒരു ക്ലാസ് അവിടെ നടക്കുന്നു. അവിടെ പ്രണയം ഒരു വിഷയമായി വരുന്നു. അവിടെയാണ് ഈ കൗമാരപ്രായത്തിൽ നിൽക്കുന്ന ആ കുട്ടികളോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒരു സിനിമ കൂടി പ്രദർശിപ്പിക്കുന്നു. പക്ഷെ ആ സിനിമ അവിടെ പ്രദർശിപ്പിക്കുന്നത് അത്ര നല്ല ഉദ്ദേശത്തോടെ ആയിരുന്നില്ല എന്നുള്ള വിമർശനം ഉണ്ടായിട്ടുണ്ട്. ആ വിമർശനത്തെ സഭയും സ്വീകരിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണല്ലോ തലശ്ശേരി രൂപതയും മാനന്തവാടി രൂപതയും ഒക്കെ ഇതിൽ നിന്ന് പിന്നോട്ട് പോയത്. KCYM ഇന്ന് എവിടെയോ ഒരു പള്ളിയിൽ ചിത്രം പ്രദർശിപ്പിച്ചു എന്നുള്ളത് സഭയുടെ ഒരു നയമായി കാണേണ്ടതുമില്ല. അപ്പോൾ അനൗചിത്യം ചൂണ്ടിക്കാണിക്കപ്പെട്ടപ്പോൾ സഭ അതിൽ നിന്ന് പിന്നോക്കം പോയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സിനിമ അത് വസ്തുതാപരമായും ശരിയല്ല. ആ സിനിമയുടെ ഒരു ത്രസ്റ്റ്, ആ തീം അതും ശരിയായ കാര്യമല്ല. അത് കുട്ടികളെ നിർബന്ധപൂർവ്വം കാണിക്കേണ്ട സിനിമയല്ല എന്നുള്ള വിമർശനം ഉണ്ടായപ്പോൾ അതവർ സ്വീകരിച്ചു. ഈ സിനിമ ഇറങ്ങിയ കാലത്ത് ഏറ്റവും അടുത്ത് കഴിഞ്ഞയാഴ്ച അത് ടെലിവിഷനിൽ ദൂരദർശനിൽ പ്രദർശിപ്പിച്ചപ്പോൾ ഒക്കെ ഞങ്ങൾ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. ആ വിമർശനത്തിൻ്റെ രൂക്ഷത കൂടിയോ കുറഞ്ഞോ എന്നുള്ളതൊക്കെ അത് മറ്റൊരു കാര്യമാണ്. പക്ഷേ നിരന്തരം ഈ സിനിമയ്ക്കെതിരെയുള്ള പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ സഹയാത്രികൻ എന്ന് വേണമെങ്കിൽ എന്നെ വിശേഷിപ്പിക്കാം. അതുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് മൂർച്ചയില്ല, രൂക്ഷതയില്ല, ആത്മാർത്ഥതയില്ല എന്ന് സംശയിക്കരുത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.